മലപ്പുറം കരുവാരക്കുണ്ടിൽ 14-കാരിയുടെ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായി പോലീസ്. കേസിൽ അറസ്റ്റിലായ 16-കാരന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണോ എന്നും പരിശോധിക്കുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് അറിയിച്ചു. ഈ കുട്ടി കൊലപാതകം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് മനസ്സിലാകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഒരു ആൺ സുഹൃത്ത്, 18 വയസ്സിൽ താഴെയുള്ള ഒരു ആൺ സുഹൃത്താണ് ഈ കൃത്യം ചെയ്തതായിട്ട് നിലവിൽ മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ കൺഫെഷനും മറ്റും അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മരണപ്പെട്ട പെൺകുട്ടിയുടെ മൃതശരീരം നമ്മൾ ഇന്നലെ റിക്കവർ ചെയ്തിരുന്നു. വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നടന്നത്. നിലവിൽ ഉള്ള റെഗുലേഷൻസ് പ്രകാരം ഈ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതേ പ്രതി തന്നെ ആ ഓഫൻസ് കൂടി നടത്തിയതായിട്ടുള്ളതാണ് നിലവിൽ മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ കൺഫർമേഷൻ, അതിൻ്റെ കൂടുതലായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് ശേഖരിക്കുന്നതായിരിക്കും. കുട്ടിയെ ഇന്നലെ നമ്മൾ അപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്രിഹെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അറസ്റ്റ് എന്നല്ല ഈ ടേം ഉപയോഗിക്കുന്നത്, അതിന് അപ്രിഹെൻഷൻ പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ കുട്ടിയെ നമ്മൾ ബന്ധപ്പെട്ട ചൈൽഡ് കോർട്ടിൽ ഹാജരാക്കിയിട്ടുണ്ട്. നിലവിൽ വെളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിലത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പങ്കുള്ളതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം, ഈ കുട്ടികളുടെ മൂവ്മെൻറ്റ് വിവിധ ബസ്സുകളിലെല്ലാം കയറിയിട്ടാണ് ഈ പറഞ്ഞ കരുവാരക്കുണ്ടിൽ നിന്ന് വണ്ടൂർ വരേക്ക് എത്തിയതെന്നുള്ള പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം CCTV വിഷ്വൽസ് അടക്കം ഇന്നിപ്പോൾ എൻ്റെ ടീം DYSP പെരിന്തൽമണ്ണയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്, ഡാൻസ് ഓഫ് അംഗങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലൊരു തേർഡ് പേഴ്സൺ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി, അവൻ്റെ മൊബൈൽ ഫോൺ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. CDR കളക്ട് ചെയ്ത് അത് പ്രകാരമുള്ള അന്വേഷണവും ആ സമയത്ത് അവർ വിളിച്ചിരുന്നതും അവനെ വിളിച്ചിരുന്നതായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ മൊമെൻറ്റ് വരേക്കും നമുക്ക് മറ്റൊരു ഇൻ്റർവെൻഷൻ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.